നാച്ചുറലായിട്ട് വരുന്നില്ല, ആർട്ടിഫിഷ്യലി പറയുന്ന പോലെ ഉണ്ട്. ഹായ്, ഞാൻ അരവിന്ദ്. ഇന്ന് ഞങ്ങളുടെ കല്യാണമാണ്. വളരെ എക്സൈറ്റഡ് ആണ്. പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. എല്ലാവരും കല്യാണം കഴിക്കുന്നു പറഞ്ഞ് ലാസ്റ്റ് ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്. എക്സൈറ്റഡ് ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മൂമ്മയാണ്. പുള്ളിക്കാരിക്കായിരുന്നു ഞാൻ കല്യാണം കഴിക്കണം എന്നൊരു നിർബന്ധം. ഫൈനലി ആ ഡേ വന്നിരിക്കുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് എൻ്റെ ചേട്ടൻ അച്ചുവിൻ്റെ വെഡ്ഡിംഗ് ആണ്. അവൻ്റെ ഒഫീഷ്യൽ നെയിം അരവിന്ദ് എന്നാണെങ്കിലും ഞാൻ അച്ചു എന്നാണ് വിളിക്കാറ്. ഞങ്ങൾ വീട്ടിലെല്ലാവരും അച്ചു എന്നാണ് വിളിക്കാറ്. എന്താ പറയുക, ഇത്രയും നാൾ ഒരു 4 പേരടങ്ങുന്ന ഫാമിലിയിൽ നിന്ന് ഇന്ന് മുതൽ ഞങ്ങൾ 5 പേരടങ്ങുന്നൊരു ഫാമിലിയായാണ്. എനിക്ക് പുതിയൊരു ഏട്ടത്തിയമ്മ വരുന്നു, ഒരു നല്ല ചേച്ചി. പാർവതി ആണ് ഞാൻ കല്യാണം കഴിക്കുന്ന കുട്ടി. പാർവതി ഞാൻ 1 വർഷമായി നന്നായിട്ട് പരിചയമായി. ഞങ്ങൾ നല്ല ഒരേ വൈബാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ദൈവഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ചേട്ടനെ പറ്റി പറയാൻ, ഞങ്ങൾ കൊച്ചിയിൽ ഓൾമോസ്റ്റ് ഫുള്ള് തമ്മിത്തലും അടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഉള്ളിലുണ്ടാവും ആ സ്നേഹം എപ്പോഴും. സോ അപ്പം പെട്ടെന്നൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു മിച്ചർ ഫാമിലിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരാളുണ്ട്, അമ്മ. ബട്ട് ഷീസ് ഹിയർ, എനിക്കറിയാം. ഇപ്പം ഇല്ല ആളെൻ്റെ കൂടെ. ബട്ട് എനിക്കറിയാം ബ്ലെസ്സിങ് തരുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്ന് കല്യാണം കഴിയുന്ന എൻ്റെ ചേട്ടനും പാർവതി ചേച്ചിക്കും ഹാപ്പി മാരീഡ് ലൈഫ്, ഓൾ ദി ബെസ്റ്റ്. கவிதை பிறக்குது கனவே, இதயம் துடிக்குது துடிக்குது மனமே. பால் மழை பொழிந்தாலும் முகம் நினைத்தேன், வைகை கரையில் நான் தேடி வருவேன். அலைகளின் கவிதை பிறக்குது கனவே, இதயம் துடிக்குது துடிக்குது மனமே.